ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം നിലച്ചതോടെ വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാകിസ്ഥാനും ഫിലിപ്പീൻസും സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ വില വർധനവ് നിയന്ത്രിക്കാൻ ദക്ഷിണ കൊറിയയും തായ്ലൻഡും അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. IRGC ഭീഷണി തുടർന്നാൽ സർവനാശമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. സാഹചര്യം ഉപയോഗപ്പെടുത്തി റഷ്യൻ എണ്ണ വിറ്റഴിക്കാൻ കരുക്കൾ നീക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയിലും ഗുരുതര പ്രതിസന്ധിക്ക് ഇടവയ്ക്കുകയാണ്. മിക്ക സംസ്ഥാനങ്ങളിലും LPG സിലിണ്ടറുകൾ കിട്ടാനില്ലാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ LPG പ്രതിസന്ധിയെ തുടർന്ന് പല ഹോട്ടലുകളും അടച്ചു. പ്രതിസന്ധി മുതലെടുത്ത് പൂഴ്ത്തിവെപ്പ് നടത്തുന്നത് തടയാൻ കേന്ദ്ര സർക്കാരും നടപടി തുടങ്ങിയിട്ടുണ്ട്. അജയ് സുധ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, എന്തായാലും യുദ്ധത്തിന് അറുതിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ ഏറ്റവും അവസാനത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ ട്രംപിനുള്ള മറുപടിയാണ്. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, യുദ്ധം തുടങ്ങിവെച്ചത് നിങ്ങളാണ്, തീർക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. അതായത് പിന്മാറാൻ തയ്യാറല്ല എന്നാണ് ഇറാന്റെ വാദം. അതിനു മുൻപ് ട്രംപ് പറഞ്ഞത് യുദ്ധം ഉടൻ തീരുമെന്നാണ്. പക്ഷേ തീരില്ല എന്നാണല്ലോ ഈ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇറാൻ അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ യുദ്ധം അത് എപ്പോൾ തീരണമെന്ന് ഇറാൻ തീരുമാനിക്കും എന്നാണ് IRGC വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ട്രംപിന്റെ ഈ യുദ്ധം ഉടൻ അവസാനിക്കാൻ പോകുന്നു, അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇത്തരമൊരു റിയാക്ഷൻ വരുന്നത്. എന്തായാലും നിലവിലുള്ള അമേരിക്കൻ അതുപോലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ മരണസംഖ്യ വല്ലാതെ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെഹ്റാനിൽ മാത്രം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പ്രത്യാക്രമണങ്ങളും അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ കുർദിഷ് മേഖലയിലുള്ള ഇറാഖിലുള്ള കുർദിഷ് മേഖലയിലെ ഒരു UAE കോൺസുലേറ്റിന് നേരെ കുറച്ചു മുൻപേ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ UAE അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഇറാഖിലുള്ള ഒരു US-ന്റെ സൈനിക താവളത്തിന് നേരെയും ഇപ്പോൾ നിലവിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയിലും ആക്രമണങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏതാണ്ട് 2 മിസൈലുകളും 6-ലധികം ഡ്രോണുകളും സൗദി അറേബ്യ നശിപ്പിച്ചു എന്നാണ് വിവരമുള്ളത്. ബഹ്റൈനിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൽ ഈ കെട്ടിടം തകർന്നു വീണ് ഒരു 29 വയസ്സുള്ള പെൺകുട്ടി മരിക്കുകയും ചെയ്തിരുന്നു. 8-ലധികം പേർക്ക് പരിക്കുമുണ്ട്. ഇതൊക്കെയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. നിലവിൽ ഹോർമുസ് കടലെടുക്ക് വഴി 1 ലിറ്റർ എണ്ണ പോലും കടന്നു പോകാൻ അനുവദിക്കില്ല എന്നാണ് IRGC നിലപാടെടുത്തിട്ടുള്ളത്. ഈ മേഖലയിൽ അവർ കടുത്ത നിയന്ത്രണം തുടരുകയാണ്. മാത്രമല്ല അവരൊരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഏതൊക്കെ രാജ്യങ്ങളാണോ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അംബാസഡർമാരെ പുറത്താക്കാൻ തയ്യാറാകുന്നത് ആ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഹോർമുസ് കടലെടുക്ക് വഴി ഗതാഗതം നടത്താം എന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവഴി അമേരിക്കയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ് അവരുടെ നീക്കം. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ പെട്ടിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ്. വലിയ രീതിയിൽ ഈ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിനെ ഏഷ്യൻ രാജ്യങ്ങൾ ആശ്രയിച്ചിരുന്നു. ഇത് കാരണം പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാനിലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. അവിടെ സ്കൂളുകൾക്ക് നിലവിൽ 2 ആഴ്ചത്തേക്ക് ഈ ഊർജ്ജ പ്രതിസന്ധി കാരണം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഈ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 4 ദിവസം മാത്രമാക്കി പ്രവൃത്തി ദിവസം. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം 50% വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം അത് നിലവിൽ പാകിസ്ഥാനിൽ നടക്കുന്നില്ല. ഓൺലൈനായിട്ട് മാത്രമാണ് ക്ലാസുകൾ നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഫിലിപ്പീൻസും ഈ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം 4 കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ എയർ കണ്ടീഷണറുകളുടെ താപനില 24 സെൽഷ്യസ് ആക്കി നിലനിർത്തണം എന്നും ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയും തായ്ലൻഡും ഈ ഒരു വില നിയന്ത്രണം, പെട്രോൾ, ഡീസൽ വില സ്വകാര്യ കമ്പനികൾ അനിയന്ത്രിതമായിട്ട് ഉയർത്താതിരിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ദക്ഷിണ കൊറിയ ഒരു അടിയന്തര യോഗം ഉൾപ്പെടെ ചേർന്നിരുന്നു. ദക്ഷിണ കൊറിയ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പെട്രോൾ, ഡീസൽ വിലയ്ക്ക് മേലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഇത് ഈ സ്വകാര്യ കമ്പനികൾ അനിയന്ത്രിതമായി ഉയർത്തരുത് എന്നാണ് ദക്ഷിണ കൊറിയ അതുപോലെ തന്നെ തായ്ലൻഡും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ബംഗ്ലാദേശിലും പ്രതിസന്ധിയുണ്ട്. ബംഗ്ലാദേശിൽ അടുത്ത തിങ്കളാഴ്ച വരെ ഈ സർവകലാശാലകൾ തുറന്ന് പ്രവർത്തിക്കില്ല എന്നും അറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ
പ്രതിസന്ധികളിലൂടെ ലാഭം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് തീർച്ചയായിട്ടും ഈ റഷ്യ ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ക്രൂഡ് ഓയിൽ വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുൻപേ നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകളൊന്നും താൻ കണക്കാക്കുന്നില്ല. ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഏത് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും എണ്ണ വിൽക്കാൻ തയ്യാറാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നിലവിലുണ്ടായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഒരു സമ്മർദ്ദം, അതുപോലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കുമുള്ള ഒരു സമ്മർദ്ദം, അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് പുട്ടിൻ്റെ ലക്ഷ്യം. ഇതുവഴി ക്രൂഡ് ഓയിൽ വിറ്റഴിക്കാനും റഷ്യ ഒരു മാർഗം ഇതിലൂടെ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ഈജിപ്തിലും ഇപ്പോൾ നിലവിൽ ഇന്ധനവില വർധനവ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. 30% വർധനവ് ഈജിപ്ത് വരുത്താൻ പോവുകയാണ്. പാകിസ്ഥാനിൽ ഉൾപ്പെടെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിരുന്നു. 55 പാകിസ്ഥാനി രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 18 രൂപ വരും. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ ആഞ്ഞടിക്കുകയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള വ്യാപകമായി ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഇന്ത്യയിൽ എന്താണ് അവസ്ഥ? TG സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ആഗോള വ്യാപകമായിട്ട് ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. പക്ഷേ രാജ്യത്ത് ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ഇന്നലെ വിദേശമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതാണ്. പക്ഷേ ഈ ഊർജ്ജ പ്രതിസന്ധിയുടെ ആദ്യ ഭാഗമാണല്ലോ പാചകവാതക ക്ഷാമം എന്ന് പറയുന്നത്. രാജ്യത്ത് എവിടെയൊക്കെ ഇത്തരത്തിലുള്ള ക്ഷാമം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്? മഞ്ജുഷ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഊർജ്ജ പ്രതിസന്ധിയുടെ ആദ്യ രൂപം എന്ന രീതിയിലാണ് LPG സിലിണ്ടറുകൾക്ക് ഇപ്പോൾ രാജ്യത്ത് ക്ഷാമം അനുഭവപ്പെടുന്നത്. പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഈ പ്രതിസന്ധി അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ പല ഹോട്ടലുകളും അടച്ചിടേണ്ട സാഹചര്യങ്ങളിലേക്ക് പോലും ഈ സ്ഥിതി ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടക്കാനുള്ള നീക്കങ്ങളും അത് തടയാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഒരു നീക്കം ഉണ്ടാവുന്നത്. ഈ LPG സിലിണ്ടർ ബുക്കിങ്ങിന് 25 ദിവസത്തെ ഇടവേള കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഈ ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 110 രൂപയുടെ വില വർധനവും രാജ്യത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചില മുൻകരുതൽ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നത്. റിഫൈനറികൾക്ക് LPGയുടെ ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലഭ്യമാവുന്ന LPGകൾ പൂർണ്ണമായും ഗാർഹിക മേഖലയിലേക്ക് കൈമാറുക എന്ന നീക്കമാണ് ഉണ്ടാവുന്നത്. അതായത് ഗാർഹിക മേഖലയിൽ മുടക്കമുണ്ടാവാതെ വിതരണം നടക്കണമെന്നതാണ് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് സാധ്യത. ഒപ്പം തന്നെ ഇനിയും വില വർധനവിനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് US-ഉം ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. മുസ്തഫ ഖമനേയി പരമോന്നത നേതാവായതുകൊണ്ട് ഇറാനിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നും താൻ നിരാശനാണെന്നും ട്രംപ് വ്യക്തമാക്കി. Mr. President, you've said the war is, quote, very complete, but your defense secretary says this is just the beginning. So which is it, and how long should Americans be prepared? Well, I think you could say it for? both. The beginning, it's the beginning of building a new country. You have to take him out. Does he have a target on his back? You mean the new supreme leader? You mean the son? How can there be an Iran with Well, another I don't want to say that, but you know, I was disappointed because we think it's going to lead to just more of the same problem for the country. So I was disappointed to see their choice. You've said you have someone in mind to be the new Iranian leadership, if not the Ayatollah's son. What are you looking for in that person? Are you looking at someone internal, given that you just said that their leadership has been decided? I like the idea of internal and eternal, come to think of it. But I like the idea of internal because it works well. I mean, I think we've proven that so far. In Venezuela, we have a woman, Delcy, who has been, president of the country, very respected, very. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.